വന്യമായൊരു പ്രണയം. സ്റ്റോറി വിദ്യാ നായർ. പ്രസൻറ്റേഷൻ ഫസ്ന ഫസൽ. എഡിറ്റിംഗ് ഫസലുദ്ദീൻ VI. ഡാളിയ, നിൻ്റെ ചേട്ടൻ്റെ കാമുകി കൊള്ളാലോടാ. അടിപൊളി കിടിലം പീസ്. എവിടെ നിന്ന് ഒപ്പിച്ചടാ ഇതുപോലൊരു നാടൻ കരിക്കിനെ അങ്ങനെ? ദീപുവിൻ്റെ കൂട്ടുകാരൻ പ്രവീൺ വൃന്ദയെ അടിമുടിയൊന്നും നോക്കിയിരുന്നുകൊണ്ട് ദീപുവിനോടായി ചോദിച്ചു. ഞാൻ നിന്നെയൊക്കെ വിളിച്ചത് അവളെ നോക്കി വെള്ളം ഇറക്കാനല്ല, അവളെ പൊക്കണം. അതിനാ നിന്നെയൊക്കെ ഞാൻ വിളിച്ചു വരുത്തിയത്. ഡാളിയ, നീ കാര്യം പറ. അവളെ ഈ ഞങ്ങൾ പൊക്കി പറയുന്നിടത്ത് എത്തിച്ചു തരും പോരെ? മതി, അത് മതി. ദേ അവളുടെ പുറകിൽ നിൽക്കുന്നവനാ രാഘവേന്ദ്രൻ, ഈ കിടക്കുന്ന അമ്മാവൻ്റെ മകൻ. അവളെ ഒന്ന് തൊട്ടതിന് ഒരിക്കൽ ഇവൻ എന്നെ പട്ടിയെ തല്ലും കണക്ക് തല്ലി. അതുകൊണ്ട് എനിക്ക് അവളെ വേണം. ഇതെൻ്റെ വാശിയാ. ഒരിക്കലെങ്കിൽ ഒരിക്കൽ എനിക്ക് അവൻ്റെ മുന്നിലൊന്ന് ജയിക്കണം. നീ വിഷമിക്കാതെ ദീപു, നമുക്കതിന് വഴിയുണ്ടാക്കാം. പ്രവീൺ വൃന്ദയെ നോക്കിക്കൊണ്ട് തൻ്റെ ചുണ്ടുകൾ നാവുകളാലൊന്ന് നുണഞ്ഞു. ഇതേ സമയം ചുവന്ന് കലങ്ങിയ കണ്ണുകളുമായി വൃന്ദയുടെ തൊട്ടു പിറകിൽ നിൽപ്പാണ് രാഘവേന്ദ്രൻ. ഗെയിം സ്റ്റാർട്ട് നൗ. ഒരു വന്യമായ ചിരിയോടെ അവൻ പ്രവീണിനെ ഉറ്റുനോക്കി മുരണ്ടു. പ്രവീണേട്ടാ, ഇതൊക്കെ നടക്കുമോ? ഇത് നടക്കണം. നീ വിചാരിച്ച ഈസി ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ആ പെണ്ണ് ആളൊരു വായി നോക്കിയ അവളെ പറ്റിക്കാൻ നീ വിചാരിച്ച എളുപ്പമാണ്. അവളുടെ കാര്യമൊക്കെ. പക്ഷെ ആ കണ്ണേട്ടൻ, അയാൾ ചേട്ടൻ കരുതും പോലെയൊന്നും അല്ല. ഇനി അയാളുടെ കയ്യിൽ നിന്നും വാങ്ങിക്കൂട്ടാനൊന്നും എനിക്ക് വയ്യ. പ്രവീൺ പറഞ്ഞറിഞ്ഞ കാര്യങ്ങൾ കേട്ട് ദിവ്യ ഒത്തിരി വ്യാകുലവാദിയായി. എൻ്റെ ദിവ്യയെ, താൻ കരുതും പോലെ അത്ര വലിയ പ്രശ്നമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. പിന്നെ ആ രാഘവേന്ദ്രനെ ഒതുക്കുന്ന കാര്യം എനിക്ക് വിട്ടേക്ക്. പ്രവീൺ ദിവ്യയുടെ മനസ്സിലേക്ക് അല്പായി ധൈര്യം പകർന്നു നൽകി. അവളിലൂടെ തൻ്റെ ആവശ്യങ്ങൾ വളരെ തന്ത്രപരമായി നടത്തിയെടുക്കാനായി നോക്കി. ഓക്കെ, ഞാൻ ശ്രമിച്ചു നോക്കാം ചേട്ടാ. ഇതിപ്പോൾ എനിക്കും കൂടി വേണ്ടിയല്ലേ? പ്രവീണിൻ്റെ വാക്കുകളെല്ലാം തന്നെ അനുസരിച്ചെന്ന കണക്ക് ദിവ്യ ഒരു ഒഴുക്കം മട്ടിൽ പറയവേ പ്രവീണിൻ്റെ മുഖം ബമ്പർ ലോട്ടറി അടിച്ചതുപോലെ സന്തോഷം കൊണ്ട് വിടർന്നു. ഇതേസമയം രാഘവേന്ദ്രൻ്റെ കയ്യിൽ കിടന്ന് ജീവന് വേണ്ടി പെടയുകയാണ് ദീപു. എന്നെ ഒന്നും ചെയ്യല്ലേ, എന്നെ ഒന്ന് രക്ഷിക്കുക പ്ലീസ്. സോറി ഡിയർ, നിനക്ക് രക്ഷപ്പെടാൻ ഞാൻ ഒത്തിരി ടൈം അനുവദിച്ചിരുന്നു. ബട്ട് നിനക്കതൊന്നും സ്വീകാര്യമായിരുന്നില്ല. അതിനാൽ ഈ ശിക്ഷക്ക് നീ ഇപ്പോൾ അർഹന. രാഘവേന്ദ്രൻ അത്രമാത്രം പറഞ്ഞുകൊണ്ട് ദീപുവിൻ്റെ റൂമിലെ ഡോറ് വലിച്ചടച്ചിരുന്നു. ദീപു റൂമിൽ ആകമാനം നിറഞ്ഞ വിഷവാതകം ശ്വസിച്ച് കിടന്ന് പെടയാൻ തുടങ്ങി. രാഘവേന്ദ്രൻ ഒരു പുഞ്ചിരിയോടെ തൻ്റെ മൂക്കിലെ മാസ്ക് മാറ്റി കയ്യിലെ ഗ്ലൗസ് ഊരി തൻ്റെ റൂമിലേക്ക് നടന്നു നീങ്ങി. കണ്ണാ. പെട്ടെന്നാണ് പിന്നിൽ നിന്നും ഒരുവളുടെ വിളി അവനെ തേടിയെത്തിയത്. എന്താമ്പാ? മോനെ കണ്ണാ, ദീപു അവനെ മരണം കൊണ്ട് ശിക്ഷിക്കാണോ? രശ്മിച്ചി. രാഘവേന്ദ്രൻ്റെ കൂസലില്ലായ്മ കണ്ട അമ്പാലിക അല്പം ഭയത്തോടു കൂടി ചോദിച്ചുപോയി. ദീപുവിന് സ്വയം നന്നാവാൻ ഞാനും ദൈവവും ഒത്തിരി സമയം അനുവദിച്ചു. പക്ഷേ അവൻ അതിലൊന്നും തൃപ്തനായിരുന്നില്ല. അവരും അവൻ്റെ ചില തല്ലിപ്പൊളി കൂട്ടുകാരൻ നോട്ട് വീഴുന്നത് എൻ്റെ ജീവനെയാ. വൃന്ദേന്ന രാഘവേന്ദ്രന് പ്രാണവായു പോലെയാ. അവളെ വിട്ടുകൊടുത്ത അമ്മായിയെ തൃപ്തിപ്പെടുത്തേണ്ട കാര്യം എനിക്കില്ല രാഘവേന്ദ്രൻ അതും പറഞ്ഞ് അമ്പയെ ഒന്ന് രൂക്ഷമായിട്ട് ഇരുത്തി നോക്കിക്കൊണ്ട് അവിടെ നിന്നും നടന്നു നീങ്ങി. ശരിയാണ് എൻ്റെ കണ്ണൻ പറഞ്ഞത്. ഒരു നിമിഷം ഞാൻ എൻ്റെ കൂടപ്പിറപ്പിനെ പറ്റി മാത്രമേ ചിന്തിച്ചുള്ളൂ. പാവം എൻ്റെ വെച്ചുമോള്. അവൾ എൻ്റെ അമ്മൂൻ്റെ ചോരയല്ലേ. ആ മോളുടെ മാനമല്ലേ ദീപു കവർന്നെടുക്കാനീ നോക്കുന്നത്. ഈ മരണം അവനായിട്ട് ഏറ്റുവാങ്ങിയതാ. സ്ത്രീകളുടെ മാനം കവരാനായി ശ്രമിക്കുന്ന എല്ലാ അവന്മാർക്കും നാളെ ഇതൊരു പാഠമാകണം. ഇവനൊക്കെ കാരണം എത്ര നല്ല പെൺപിള്ളേരാ സ്വയം അവറ്റകളുടെ നല്ലൊരു ജീവിതം നശിപ്പിച്ചു കളഞ്ഞത്. എത്രയോ മാതാപിതാക്കൾ ഇവന്മാർ കാരണം കണ്ണീര് കുടിച്ചു. അവരുടെയൊക്കെ ശാപ അവനിന്ന് അനുഭവിക്കുന്നത്. ദീപുവിൻ്റെ മരണത്തിലൂടെയെങ്കിലും രശ്മിച്ച് നേരായ മാർഗത്തിലൂടെ മുന്നോട്ട് ജീവിക്കാൻ നോക്കട്ടെ. അമ്പ സ്വയം അതും മുറുമുറുത്തുകൊണ്ട് അവിടെ നിന്നും നടന്നു നീങ്ങി.
ഇതുവരെയുള്ള ദീപുവിൻ്റെ പ്രവൃത്തിയെപ്പറ്റി ഓരോന്ന് ചിന്തിക്കവേ അവൻ്റെ മരണത്തിൽ അവർക്ക് വലിയ രീതിയിലുള്ള കുറ്റബോധം തോന്നിയില്ല. ഓരോന്ന് ചിന്തിച്ചു കൂട്ടിയ റൂമിലിരിക്കുകയാണ് അവൻ്റെ വശ്യമായ സ്വരത്തിനൊപ്പം അധരങ്ങൾ കൂടി അവളുടെ കവിളിൽ വന്ന് പതിച്ചത്. രാഘവേന്ദ്രൻ്റെ സാമീപ്യം തിരിച്ചറിഞ്ഞ വൃന്ദ വേഗം വിട്ടുമാറി എഴുന്നേക്കാൻ നേരം അവൻ്റെ കരങ്ങൾ അവളെ എടുത്തു പൊക്കി ബെഡിലേക്കിരുന്നു. ഈ കഴുത്തിലൊരാലിൽ താലി ഉണ്ടെങ്കിലും നിന്റെ അവകാശി ഈ ജന്മം മുഴുവൻ ഞാൻ മാത്രം വൃന്ദ. അവൻ അവളുടെ നെറുകയിൽ തൻ്റെ അധരങ്ങൾ മെല്ലെ പതിപ്പിച്ചുകൊണ്ട് പറയവേ വൃന്ദയുടെ മുഖം പൂനിലാവൊതിച്ച പോലെ വിടർന്നു. വൃന്ദ അവൻ്റെ മാറോരം അവൻ്റെ ഹൃദയതാളവും പേറി ചാഞ്ഞിരിക്കെ അവൻ്റെ കരങ്ങൾ ഒരു താരാട്ടുപാട്ട് പോലെ അവളുടെ ഇളമേനിയിൽ തഴുകി തലോടി കടന്നു പോയിക്കൊണ്ടിരുന്നു. ചില പ്രണയം ഇങ്ങനെയാണ്. ഏതൊരു ഉപാധികളും കൂടാതെ അവർ പരസ്പരം പ്രണയിച്ചുകൊണ്ടേയിരിക്കും. വൃന്ദയ്ക്ക് രാഘവേന്ദ്രനോടുള്ളത് ഇത്തരത്തിലുള്ളൊരു പ്രണയമാണ്. അവൾ അവനിൽ മറ്റൊന്നും കൊതിക്കുന്നില്ല. ഇതേസമയം അവൻ്റെ ഇഷ്ടം അവളിൽ നിന്നൊക്കെ നേർ വിപരീതമാണ്. രാഘവേന്ദ്രന് വൃന്ദയോടുള്ളത് ഒരുതരം ഭ്രാന്തമായ പ്രണയമാണ്. അവനിലെ ഭ്രാന്തും ജീവവായും ഇന്ന് വൃന്ദയാണ്. നമ്മുടെ ജീവനും സ്വത്തിനും എന്തെങ്കിലും ഭീഷണിയായി വന്നാൽ നമ്മളതിനെ വഴിയിൽ നിന്ന് എടുത്തു മാറ്റാനായി ശ്രമിക്കും. അതേ രീതി തന്നെയാണ് ഇവിടെ രാഘവേന്ദ്രനും സ്വീകരിച്ചത്. മോനെ ദീപു, അയ്യോ ഓടി വരണേ മോനെ. രാഘവേന്ദ്രൻ്റെ മാറോരം ചേർന്നിരുന്ന് ഉറങ്ങാൻ നേരമാണ് രശ്മിയുടെ നിലവിളി ശബ്ദം വൃന്ദയുടെ കർണപടങ്ങളിൽ വന്ന് പതിഞ്ഞത്. കണ്ണിടാ, ദേ ആരും കരയുന്നുണ്ട്, എഴുന്നേക്ക്. വൃന്ദ അവൻ്റെ മടിയിൽ നിന്ന് ഒത്തിരി നേരം കുതറി മാറി എഴുന്നേക്കാൻ ശ്രമിച്ചുവെങ്കിലും അവൾക്കതിന് കഴിഞ്ഞില്ല. അവസാനം അവൾ അവനെ തട്ടി വിളിച്ച് കാര്യം പറയാൻ ശ്രമിച്ചു നോക്കി. സോറി ഡിയർ. രാഘവേന്ദ്രൻ അതും പറഞ്ഞ് അവളുമായി ഞൊടിയിടയിൽ ബെഡിലേക്ക് മറിഞ്ഞു. അവൻ്റെ പിടിയിൽ നിന്നും വീണ്ടും പെടഞ്ഞു മാറാൻ ശ്രമിച്ചവളുടെ മാറിൽ അവൻ്റെ പല്ലുകൾ ആഴ്ന്നിറങ്ങി. കണ്ണിട്ടാ ആ. രാഘവേന്ദ്രൻ്റെ പല്ലുകൾ ആഴ്ന്നിറങ്ങിയ വേദനയിൽ അവളും നീങ്ങിപ്പോയി. കണ്ണാ മോനെ, കണ്ണാ, വിച്ചുമോളെ ഒന്ന് വേഗം വാതിൽ തുറക്ക്, ദേ പോലീസ് വന്ന് നിൽക്കുന്നു. പെട്ടെന്നാണ് അവരുടെ റൂമിൻ്റെ ഡോറിൽ തട്ട് വീണത്. പോലീസോ? യെസ്, പോലീസ്. അംബാലികയുടെ വാക്കുകൾ കേട്ട് കണ്ണും മിഴിച്ചു നിന്നിരുന്നവളെ നോക്കി പറയുന്നതിനോടൊപ്പം തന്നെ രാഘവേന്ദ്രൻ അവളുടെ മാറിൽ മെല്ലെ തൻ്റെ അധരങ്ങൾ പതിപ്പിച്ചു. കണ്ണിട്ടാ വേണ്ട. അവൻ്റെ ചുണ്ടുകളുടെ ദിശ മാറവേ വൃന്ദയൊന്ന് പുളഞ്ഞു പൊന്തിപ്പോയി. രാഘവേന്ദ്രൻ അല്പം ശക്തിയിൽ തന്നെ വൃന്ദയെ ബെഡിലേക്ക് ആഴ്ത്തി പിടിച്ചുകൊണ്ട് അവളുടെ മാറിലേക്ക് കൂടുതൽ ആഴത്തിൽ ആഴ്ന്നിറങ്ങാൻ തുടങ്ങി. അവൻ്റെ അധരങ്ങളുടെ ചലനത്തിൽ അവൾ സകലതും വിസ്മരിച്ചു പോയിരുന്നു. പെട്ടെന്നാണ് രാഘവേന്ദ്രൻ്റെ ഫോൺ റിങ് ചെയ്യാൻ ആരംഭിച്ചത്. അവൻ അവളുടെ മേലേക്ക് ചാഞ്ഞുകൊണ്ട് മേശമേലിരുന്ന ഫോൺ വേഗം കൈയെത്തി പിടിച്ചുകൊണ്ട് കോൾ ഓണാക്കി കാതിൽ ഘടിപ്പിച്ചിരുന്ന ഇയർപാട് വഴി സംസാരിക്കാൻ തുടങ്ങി. ഇതേസമയം രാഘവേന്ദ്രൻ്റെ പ്രണയവും കാമവും ഏറ്റുവാങ്ങി തളർന്ന് അവൻ്റെ ശരീരത്തിനുള്ളിൽ പുതഞ്ഞു കിടപ്പാണ് വൃന്ദ. ഹലോ മിസ് റസ്വി. ഇയർപാട് വഴി രാഘവേന്ദ്രൻ സംസാരിച്ചു തുടങ്ങി. ഓക്കെ, താങ്ക് യു. താങ്കളുടെ വിഹിതം ഞാൻ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. അത്രമാത്രം പറഞ്ഞ് രാഘവേന്ദ്രൻ തൻ്റെ ചെവിയിലെ ഇയർപാട് വേഗം ഓഫാക്കിയെടുത്തിരുന്നു. ഇതേ നേരം രാഘവേന്ദ്രൻ്റെ ഓരോരോ നീക്കങ്ങളും നോക്കി കണ്ണും മെഴിച്ച് കിടപ്പാണ് വൃന്ദ. സോ സ്വീറ്റ്. തൻ്റെ മുഖത്തേക്ക് മിഴിച്ചു നോക്കി കിടന്നിരുന്നവളുടെ മാൻമിഴികളിൽ മെല്ലെ മുത്തിക്കൊണ്ട് പറയവേ അവളുടെ കണ്ണുകൾ മെല്ലെ കൂമ്പി അടഞ്ഞിരുന്നു. കണ്ണുകൾ കൂമ്പിയടച്ച് തൻ്റെ മാറിൽ വിരലുകൾ അമർത്തി കിടന്നിരുന്നവനെ കാണെ രാഘവേന്ദ്രൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. കോട്ടൺ ക്യാൻഡി. അവൻ്റെ പല്ലുകൾ അവളുടെ കാതിൽ മൃദുവായി അമർന്നതും വൃന്ദയൊന്ന് പുളഞ്ഞു. വൈൽഡ് കിസ് ബേബി. രാഘവേന്ദ്രൻ അതും പറഞ്ഞ് വൃന്ദയുടെ അധരങ്ങളിലേക്ക് ചേക്കേറിയിരുന്നു. ഞെട്ടി കണ്ണുകൾ വലിച്ചു തുറന്നുകൊണ്ട് മുന്നിലേക്ക് നോക്കിയതും കാണുന്നത് രാക്ഷസനെ പോലെ ചുവന്ന് കലങ്ങിയ കണ്ണുകളാണ്. അവൻ്റെ രൂപവും കണ്ണുകളിലെ ഭാവവും വൃന്ദയെ ഭയത്തിൻ്റെ കൊടുമുടിയേറ്റി. ഭയത്തിൻ്റെ ആധിക്യത്തിൽ അവളൊന്ന് പുളഞ്ഞതും അവൻ്റെ വിരലുകൾ അതിശക്തമായി അവളുടെ ആലില വയറിൽ അമർന്നു. വൃന്ദയുടെ കണ്ണുകളിലെ ദയനീയമായ നോട്ടം പോലും അവഗണിച്ചുകൊണ്ട് അവൻ അവളുടെ അധരങ്ങളിലെ തേൻ നുണഞ്ഞെടുത്തിരുന്നു. സമയം മുന്നോട്ട് നീങ്ങവേ അവൻ്റെ ദന്തങ്ങൾ കൂടി അവളുടെ അധരങ്ങളിൽ ആഴ്ന്നിറങ്ങിയിരുന്നു. അധരങ്ങളിൽ നിന്നും പടർന്നു കയറിയ വേദനയിൽ വൃന്ദയുടെ ശരീരം ഒന്ന് വിറപൂണ്ടു.
അവൻ്റെ കരങ്ങൾ മെല്ലെ അവളുടെ ശരീരത്തിലേക്ക് ഇഴഞ്ഞു നീങ്ങി. ശരീരത്തിൽ ആകമാനം പടർന്നു കയറിയ വേദന നിറഞ്ഞ ലാളനയിൽ അവളുടെ മിഴികൾ കൂമ്പിയടഞ്ഞു. പതിയെ പതിയെ അവനിലെ കാമ അവളിലേക്ക് എറിച്ചെത്തി. അവൾ തൻ്റെ പരിമിതികൾ നന്നേ വിസ്മരിച്ചുകൊണ്ട് തന്നെ അവനെ ചുംബിക്കാൻ തുടങ്ങിയിരുന്നു. ഓഹ്! അവളുടെ ചുടുചുംബനം അവനെ ഒരു ഉന്മാദിയാക്കി മാറ്റി. പ്രണയിക്കാനും കാമിക്കാനും അവർ ഇരുവരും തമ്മിൽ തന്നെ മത്സരിച്ചു. മിനിറ്റുകൾ മണിക്കൂറുകളായി അവർ തമ്മിലുള്ള പ്രണയം മുന്നോട്ട് നീങ്ങി. പതിയെ പതിയെ അവർ രണ്ടുപേരും ഒരുപോലെ വിവസ്ത്രരായി. ആ കണ്ണേട്ടാ! അടിവയറ്റിലായി ഉരുവായ വേദനയിൽ അവളൊന്ന് പുളഞ്ഞു. രാഘവേന്ദ്രൻ്റെ മുഖം മെല്ലെ അവളുടെ കഴുത്തിലേക്ക് അമർന്നു. തൻ്റെ ദന്തങ്ങളും അധരങ്ങളും കൊണ്ട് അവളുടെ കഴുത്തിലായി ആ ആഴത്തിൽ ചിത്രങ്ങൾ ഓരോന്നും മെല്ലെ കോറിയിട്ടുകൊണ്ട് അവൻ അവൾക്ക് മുകളിലൂടെ അല്പം വേഗതയിൽ ചലിച്ചു തുടങ്ങി. തൻ്റെ പകർന്നാട്ടത്തിൽ വൃന്ദയുടെ മിഴികൾ മെല്ലെ കൂമ്പിയടഞ്ഞു. സമയം മുന്നോട്ട് നീങ്ങവേ അവനൊരു കിതപ്പോടെ അവളുടെ മേലേക്കമർന്നു. തുടരും.